സോറി, ഞാൻ നിങ്ങളുടെ സമയം വേസ്റ്റാക്കിയെന്ന് തോന്നുന്നു. സിസ്റ്റർന്ന് വിളിച്ചു കഴിഞ്ഞാ ഞാനിത് ഏതർത്ഥത്തിലാ വാങ്ങിക്കേണ്ടേ? ആസ് എ സിസ്റ്റർ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നിങ്ങളുടെ അടുത്ത് സംസാരിക്കും തോറും കുറേ അനുഭവങ്ങൾ കിട്ടുന്നുണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? അശ്വിൻ അവന്റെ പേര്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാ പഠിക്കുന്നത്. എന്റെ ജീവിതം യാതൊരു വിധത്തിലും അവനെ ബാധിക്കരുതെന്ന് വിചാരിച്ച ഒരു ഹോസ്റ്റലില് സേഫായിട്ട് താമസിപ്പിച്ച് അവരെ പഠിപ്പിക്കുന്നത്. വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുമോ? എന്തു പറ്റി? അല്ല, ഇതെൻ്റെ ഫസ്റ്റ് ടൈമാ, അതുകൊണ്ടൊരു ചെറിയ പേടി. ഫസ്റ്റ് ടൈം എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാ. ഓ, പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ ഞാൻ ചെയ്യാം. ഓക്കെ അല്ലേ? എന്തേ, നിങ്ങൾക്ക് തൃപ്തിയായില്ലേ? ചെറുപ്രായം മുതലേ കാശൊക്കെ സമ്പാദിക്കണം, സ്വത്ത് സമ്പാദിക്കണം എന്ന് പറഞ്ഞ് ഓടി ഓടി എല്ലാം ഉണ്ടാക്കി. ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരുപാട് കാശൊക്കെ ഉണ്ടാക്കി. പക്ഷേ എല്ലാം സമ്പാദിച്ചു കഴിഞ്ഞ് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കായിട്ടൊരു ജീവിതം ഉണ്ടാക്കാൻ കഴിയാതെ പോയി. എനിക്കിപ്പോൾ 45 വയസ്സാവുന്നു. അതുകൊണ്ട് തന്നെ യൗവനവും പോയി,
യൗവനകാലത്ത് അനുഭവിക്കേണ്ട സന്തോഷവും എനിക്ക് കിട്ടാതെ പോയി. ഇപ്പൊ എനിക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷെ അത് അനുഭവിക്കാനായിട്ട് ഒരു സന്തതി പോലും ഇല്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം തുറന്നു വെക്കട്ടെ. ഉം, ചോദിച്ചോളൂ. ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. നീ എൻ്റെ ജീവിതത്തിന് തുണയായിട്ട് വരുമോ? എന്താ എന്തു പറ്റി? ഞാൻ ചോദിച്ചത് തെറ്റായിപ്പോയോ? എനിക്ക് സന്തോഷമായി. നിങ്ങളെ കല്യാണം കഴിച്ച് 2 കുട്ടികളെയും പ്രസവിച്ച് ദിവസവും രാവിലെ നേരത്തെ നിങ്ങൾ എഴുന്നേക്കും മുമ്പേ എഴുന്നേറ്റ് ടിഫിൻ റെഡിയാക്കി നിങ്ങളെയും കുട്ടികളെ എഴുന്നേപ്പിച്ചിട്ട് നിങ്ങളെ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ട് കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് റെഡിയാക്കി നിങ്ങൾക്കും കുട്ടികൾക്കും തന്നു വിട്ട് വൈകുന്നേരം നിങ്ങൾ വീട്ടിലേക്ക് വരുന്നത് വരെ നിങ്ങൾക്ക് വേണ്ടി തല നിറച്ചും പൂവും വെച്ച് നിങ്ങളെ കാത്തിരുന്ന് നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഡിന്നർ ഉണ്ടാക്കി ഉം. നിങ്ങൾ കഴിച്ചതിന് ശേഷം നിങ്ങൾ കഴിച്ച അതേ പ്ലേറ്റിൽ ഞാനും കഴിച്ച് ഉം. നിങ്ങൾ കിടക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ കാലൊക്കെ തിരുമ്മി തന്ന് നിങ്ങളുടെ ആഗ്രഹം പോലെയൊക്കെ ചെയ്തു തന്നിട്ട് പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങളുടെ കൂടെ ബൈക്കിൽ നിങ്ങളുടെ പുറകെ ഇരുന്ന് നിങ്ങളെ കെട്ടിപ്പിടിച്ചിരുന്ന് ബീച്ചിലേക്കും പാർക്കിലേക്കും തിയേറ്ററിലേക്കൊക്കെ പോയി സന്തോഷമായിട്ട് ലൈഫ് എൻജോയ് ചെയ്യണം. ഇതൊക്കെ കേൾക്കാൻ നല്ല രസമായിരിക്കും അല്ലേ? പിന്നെന്താ? ഇതുവരെ ഞാൻ പറഞ്ഞതൊക്കെ പ്ലസ് പോയിന്റ്സ് മാത്രമാ. എന്നാ ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. എന്താ എന്താ സാധ്യമാകാത്തത്? ഒരു ദാമ്പത്യ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് എന്തായാലും ഉണ്ടാവും. നാളെ ഞാനെങ്ങാനും അറിഞ്ഞോ അറിയാതെയോ വല്ല തെറ്റും ചെയ്തു കഴിഞ്ഞാ ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ദേഷ്യം വരിക തന്നെ ചെയ്യില്ലേ? ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് ഉറപ്പായും ദേഷ്യം വരില്ലേ? ഇങ്ങനെ ഉണ്ടാവുന്ന വഴക്കുകളൊക്കെ പതിവാണെന്ന് പറയാം. അത് നല്ല കാര്യം തന്നെയാ. ആ ദേഷ്യത്തിൽ നിങ്ങൾ ഒരു വാക്ക് നീ അങ്ങനത്തെ പെണ്ണല്ല എന്ന് ഒരു വാക്ക് പറഞ്ഞാ പോലും, അല്ലെങ്കിൽ ഞാൻ ദേഷ്യത്തിൽ നിങ്ങളെ അവിടെ വെച്ച് കണ്ടുമുട്ടിയതല്ലെന്ന് പറഞ്ഞാലും ഭാര്യ ഭർത്തൃ ബന്ധത്തിന് തന്നെ അർത്ഥമില്ലാതായി പോവും. എന്റെ മനസ്സിപ്പം നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ അത്രത്തോളം തൃപ്തിപ്പെടുത്തിയതുകൊണ്ടല്ലേ എന്നെ കല്യാണം കഴിക്കുമെന്ന് നിങ്ങൾ ചോദിച്ചത്. നിങ്ങൾ ആ ചോദിച്ചത് തന്നെ എനിക്കൊരു അംഗീകാരം കിട്ടിയതുപോലെ തോന്നുക.